ഞാൻ ആ വഴിയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കാലിൽ ഒരു മുള്ള് കുത്തി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. ഞാൻ ആ വഴിയിലൂടെ. അപ്പോൾ വഴിക്ക് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നമുക്ക് വേ എന്ന് പറയാം, റോഡ് എന്ന് പറയാം, പാത്ത് എന്ന് പറയാം. അപ്പോൾ നടക്കുക എന്ന് വെച്ചാൽ എന്താ? വാക്ക്. അപ്പോൾ ഇവിടെ നടക്കുകയായിരുന്നു എന്നാണ്. അപ്പം എൻ്റെ കാല്, മൈ ലെഗ്, ഒരു മുള്ള് കുത്തി. അപ്പം മുള്ളിന് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? തോൺ, THORN, തോൺ. അപ്പം ഒരു മുള്ള് എന്ന് വെച്ചാൽ എന്താ? എ തോൺ നമുക്ക് എഴുതാം, എ തോൺ. അപ്പോൾ കുത്തുക എന്ന് വെച്ചാൽ പ്രിക്ക്. അപ്പോൾ ഇവിടെ കുത്തി എന്നാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇതെല്ലാം കൂടെ നമുക്ക് യോജിപ്പിച്ച് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ഞാൻ ആ വഴിയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കാലിൽ ഒരു മുള്ള് കുത്തി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? നടക്കുകയായിരുന്നു. അപ്പം നമുക്ക് നടക്കുക എന്ന് വെച്ചാൽ എന്താ? വാക്ക് എന്നാണ്. അപ്പോൾ ഇവിടെ നടക്കുകയായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഐ വാസ് വാക്കിംഗ്. ഐ വാസ് വാക്കിംഗ്. അപ്പം വാസ് എന്ന് പറയുന്നത് ഈസിൻ്റെ പാസ്റ്റ് ഫോമാണ്. ഈസാണ് പ്രസൻറ്റ് ഫോം. അപ്പം ഇവിടെ നടക്കുകയായിരുന്നു. അപ്പം അതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്, പക്ഷേ അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈസിന് പകരം വാസ് എഴുതി എന്താ? കഴിഞ്ഞു പോയൊരു കാര്യമുണ്ട്. ഈസിൻ്റെ പ്രസൻറ്റ് ഫോമാണ് ഈസ്, അതിൻ്റെ പാസ്റ്റ് ഫോമാണ് വാസ്. അപ്പം പിന്നെന്താ? നമ്മൾ വാക്കിൻ്റെ ഒരു ING ചേർത്ത് എന്താ? വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക. ഇവിടെ നടക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്, പക്ഷേ അവിടെയും അതൊരു കണ്ടിന്യൂറ്റിയാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നൊരു സംഭവമാണ്. അതുകൊണ്ടാണ് നമ്മൾ വെർബിൻ്റെ കൂടെ ING യൂസ് ചെയ്തത്. അപ്പം ഐ വാസ് വാക്കിംഗ്. അപ്പം മനസ്സിലായല്ലോ ഇതെങ്ങനെ നമ്മൾ എഴുതിയെന്ന്. അപ്പം ആ വഴിയിലൂടെ. അപ്പം ഇങ്ങനെ നമുക്ക് എഴുതാം, എലോങ്. ഐ വാസ് വാക്കിംഗ് എലോങ്. ഞാനിവിടെ എഴുതാം ആ വഴി, ദാറ്റ്. ഞാനിവിടെ എഴുതാൻ പോകുന്നത് റോഡ് എന്നാണ്, അല്ലെങ്കിൽ നമുക്ക് വേ എന്ന് എഴുതാം. ഇപ്പം ഇവിടെ ഞാൻ റോഡ് എന്നാണ് എഴുതിയേക്കുന്നത്. ഐ വാസ് വാക്കിംഗ് എലോങ് ദാറ്റ് റോഡ് വെൻ. ആ ഒരു മുള്ള് എന്നുള്ളത് എ തോൺ, ഒരു മുള്ള്. അപ്പോൾ മുള്ളിന് നമ്മൾ തോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, THORN, തോൺ. പിന്നെന്താ പറയുന്നത് ഇവിടെ? കുത്തി. അപ്പോൾ കുത്തുക എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, പ്രിക്ക്. അപ്പോൾ ഇവിടെ കുത്തി എന്നാണ്. അപ്പോൾ നമ്മൾ പ്രിക്കിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി പ്രിക്കിൻ്റെ കൂടെ ED ആഡ് ചെയ്ത് പ്രിക്ക്ഡ് എന്നാക്കാം നമുക്ക്. അപ്പം വെൻ എ തോൺ നമുക്ക് എഴുതാം, വെൻ എ തോൺ പ്രിക്ക്. ഇപ്പോൾ പ്രിക്കായിരുന്നു ഇവിടെ. പ്രിക്ക് എന്ന് വെച്ചാൽ കുത്തുക, പ്രിക്ക് പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ നമ്മൾ കുത്തി എന്നായിട്ട് നമ്മൾ പ്രിക്കിനെ ED യൂസ് ചെയ്തിട്ട് പാസ്റ്റ് ഫോമിലോട്ടാക്കി, പ്രിക്ക്ഡ്. വെൻ എ തോൺ പ്രിക്ക്ഡ് മൈ, എൻ്റെ കാലിൽ. അപ്പം നമുക്ക് മൈ ലെഗ് എന്ന് എഴുതാം, മൈ ലെഗ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? ഞാൻ ആ വഴിയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കാലിൽ ഒരു മുള്ള് കുത്തി. ഐ വാസ് വാക്കിംഗ് എലോങ് ദാറ്റ് റോഡ്. അപ്പം ഇവിടെ എന്തുകൊണ്ട് വാസ് എഴുതി? ഞാൻ ഓൾറെഡി പറഞ്ഞു വാസ് എഴുതിയത്. കാര്യം എന്താ? വാസ് എഴുതിയത് ഓൾറെഡി ഇത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പം നമ്മൾ ഈസിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി വാസാക്കി. പിന്നെന്താ? പിന്നെ ഞാൻ നടക്കുകയായിരുന്നു. അപ്പം കഴിഞ്ഞു പോയ കാര്യമാണെങ്കിലും അവിടെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ വാക്ക് വെർബാണ്. ആ വെർബിൻ്റെ കൂടെ നമ്മൾ ING യൂസ് ചെയ്ത് വാക്കിംഗ്. പിന്നെന്താ? എലോങ് ദാറ്റ് റോഡ്. അപ്പം വഴിയിലൂടെ. അപ്പം ആ വഴിയിലൂടെ. അപ്പം എലോങ് ദാറ്റ് റോഡ് വെൻ എ തോൺ പ്രിക്ക്ഡ് മൈ ലെഗ്. അപ്പോൾ എൻ്റെ കാലിൽ ഒരു മുള്ള് കുത്തി. അപ്പം തോൺ പ്രിക്ക്ഡ് മൈ ലെഗ്, തോണാണ്. എപ്പോഴും ഓർക്കുക, മുള്ളിന് നമ്മൾ തോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, THORN. പ്രിക്ക്ഡ് മൈ ലെഗ്, കുത്തി എൻ്റെ കാലിൽ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ? അപ്പം നമുക്ക് ഒന്നിച്ച് വായിക്കാം. ഐ വാസ് വാക്കിംഗ് എലോങ് ദാറ്റ് റോഡ് വെൻ എ തോൺ പ്രിക്ക്ഡ് മൈ ലെഗ്. ഐ വാസ് വാക്കിംഗ് എലോങ് ദാറ്റ് റോഡ് വെൻ എ തോൺ പ്രിക്ക്ഡ് മൈ ലെഗ്. ഞാൻ ആ വഴിയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കാലിൽ ഒരു മുള്ള് കുത്തി. അപ്പം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.